الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തിഖാഫിന്റെ നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുമറുത്ത് പാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ വരുമാനങ്ങളിലും ഭാര്യ മക്കളിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെയും സത്യവിശ്വാസികളായ മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും എല്ലാ അപകടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം AC റൂമിൽ മുളച്ച ആരുടെയെങ്കിലും സംരക്ഷണത്തിൽ തഴച്ചു വളർന്ന ഒരു മതമല്ല, ഒരു സിസ്റ്റമല്ല, ഒരു സംവിധാനവുമല്ല. വളരെ പ്രയാസങ്ങളിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തുടക്കം. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബ, ആരുമാരും ഏറ്റെടുക്കാനില്ലാത്ത, സഹായിക്കാനില്ലാത്ത, പരദേശിയായി, ആർക്കും വേണ്ടാത്തതായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം തുടങ്ങി. അതിൽ നിന്നാണ് അല്ലാഹു തആല അതിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ അതിനെ അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം കൊണ്ട് പൂർത്തിയാക്കി തന്നതും ഒക്കെ അവിടെ നിന്നാണ്. മറ്റു മതക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഇസ്ലാമിന്റെ തുടക്കവും ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാമിന്റെ ഇനി വരാൻ പോകുന്ന അവസ്ഥയും ഒക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ഭൂമിലോകത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മൾ ഉദ്ധരിക്കുന്നത് കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമൻ, അള്ളാഹുവിന്റെ പ്രവാചകർ ഞങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ എണീറ്റ് നിന്നിട്ട് ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് സുദീർഘമായ കാര്യങ്ങൾ, സുദീർഘമായ സമയം അള്ളാഹുവിന്റെ പ്രവാചകർ അതിനെപ്പറ്റി പറഞ്ഞു. ഹഫിളഹു മൻ ഹഫിള വനസിയഹു മൻ നസിയ. അത് ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മയില്ല, മറന്നവർ മറന്നു. ചിലരൊക്കെ ചില ഭാഗങ്ങൾ ചിലർക്ക് ഓർമ്മ ഉണ്ടാവും, ചില ഭാഗങ്ങൾ വേറെ ചിലർക്ക് ഓർമ്മ ഉണ്ടാവും, ചിലർക്ക് ഏത് ഓർമ്മ ഉണ്ടാവില്ല. ഏതാവട്ടെ, അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ സുദീർഘമായ ഒരു വഴതിനെ കുറിച്ച്, സംസാരത്തെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ ആ രൂപത്തിൽ ഇസ്ലാമിന് വരാൻ പോകുന്ന അന്നത്തെ ഇസ്ലാമിൻ്റെ ആ ഉത്ഭവം വളരെ വേദനാജനകമായ, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഇസ്ലാം വളർന്നു വന്നത്. മറിച്ച് മറ്റു മതങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഉദാഹരണത്തിന് ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മതത്തെ തുടച്ചു നീക്കപ്പെട്ടെങ്കിലും പിന്നീട് അതൊരു മതമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിട്ട് അത് രൂപപ്പെട്ടു വരുന്നത് 300 വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതിലൂടെയാണ്. അതേവരെ ക്രിസ്തുമതത്തെ നശിപ്പിക്കാൻ വേണ്ടിയും ഇല്ലാതാക്കുവാൻ വേണ്ടിയും പ്രവർത്തിച്ച ജൂതനായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമൊക്കെ. പക്ഷെ പിന്നീട് അവരുടെ രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവര് ആ ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടെയാണ് ക്രിസ്തുമതത്തിന് വളർച്ചയുണ്ടാവുന്നതും ഒരു മതമായി തുടങ്ങുന്നതും. അതുകൊണ്ടാണ് ഇസ്ലാം ആ നിലയിലല്ല ഇസ്ലാമിന്റെ ഉത്ഭവം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ ബദഅൽ ഇസ്ലാമു ഗരീബ, ആരും ഏറ്റെടുക്കാനില്ലാതെ, സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ദീന് വളർന്നു വന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനി അതേപോലെ തന്നെ അത് മടങ്ങും. വസയഊദു കമാ ബദഅ, അത് തുടങ്ങിയതുപോലെ തന്നെ മടങ്ങുകയും ചെയ്യും. അത് എങ്ങനെയായിരുന്നുവോ അന്നുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് അത് മടങ്ങും. ആരും ഏറ്റെടുക്കാനുണ്ടാവൂല, ആരും അതിനെ സഹായിക്കാനുണ്ടാവൂല, ആരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും ഒന്നും അത് ഏറ്റെടുക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത വിധം
ഇസ്ലാം മടങ്ങുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മറ്റുള്ള സമുദായങ്ങളൊക്കെ നിങ്ങളെ കടിച്ചു കീറാൻ വേണ്ടി ഇസ്രയേലായാലും അല്ലെങ്കിൽ അമേരിക്കയായാലും ഇന്ത്യയായാലും ലോകത്തുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തുക തന്നെ ചെയ്യും, എല്ലാ ഭാഗത്തു നിന്നും. ഭക്ഷണം കഴിക്കുന്ന തളികയിലേക്ക് 4 ഭാഗത്തു നിന്നും കയ്യിട്ട് വാരുന്നത് പോലെ നാനാ ഭാഗത്തു നിന്നും ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള ശത്രുക്കളുടെ പരിശ്രമം, കൂട്ടായ പരിശ്രമം. അതിൽ ജൂതനും ഈസാ നബിയെ കൊന്ന ജൂതന്മാരോടുകൂടെ ഈസാ നബിയെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് കൂടാൻ ഒരു മടിയുമില്ല. നോക്കണം, അത്രമാത്രം ശത്രുതയുള്ള ഒരു വിഭാഗമാണ് അവര്. എന്നിട്ടും അവർ തമ്മിൽ യോജിക്കാൻ അവർക്ക് കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ആ നിലയിൽ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അമിൻ കില്ലത്തിമ്പിനായ ഉമൈര്, അന്ന് ഞങ്ങൾ ആളുകൾ കുറവായത് കൊണ്ടാണ് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അന്തും യൗമൈദിൻ കസീറുൻ, നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടാവും, ആള് കുറവൊന്നും ഉണ്ടാവൂല. വലാക്കിന്നക്കും പക്ഷേ വരിവെള്ളപ്പാച്ചലിലെ വൈക്കത്തുരുമ്പുകളെ പോലെ ആയിരിക്കാം. മഹാബത്തും അങ്ങനത്തെ വരിവെള്ളപ്പാച്ചലിലെ വൈക്കോൽ തുരുമ്പുകളെ പോലെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി ചണ്ടികളായി മാറുന്ന ഒരു കാലം വരും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനത്തെ ഒരു കാലം വരുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, ഞങ്ങൾ ആള് കുറവായിട്ടാണോ? അല്ല, നിങ്ങൾ ആള് തോന്നണ്ട്. തുൻസൗൽ മഹാബത്തു മിൻ ഖുലൂബി അദുബിക്കും, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന്, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭയം ഊരി മാറ്റപ്പെടും. നിങ്ങളെ ശത്രുക്കൾക്ക് യാതൊരു പേടിയും ഉണ്ടാവില്ല. വയുജാലു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങൾക്കാണെങ്കിലോ നിങ്ങളുടെ മനസ്സിൽ വഹനുണ്ടാകും. സ്വഹാബത്ത് ചോദിച്ചു, അമൽ വഹനു, എന്താണ് ഈ വഹന് നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം. കുറെ കാലം ജീവിക്കണം, മുതലുണ്ടാക്കണം, സമ്പാദിക്കണം, സുഖിക്കണം, ഇതാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. അല്ലാതെ ആഖിറത്തെ പറ്റിയുള്ള ബോധം നിങ്ങൾക്കില്ല. വ കറാഹിയത്തുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വെറുക്കപ്പെട്ട കാര്യമാണ്, മരിക്കാൻ നിങ്ങൾക്കൊട്ട് താല്പര്യവുമില്ല. മരണത്തിന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും ഓരോരുത്തരും പാടുപെടുന്നതും. ആ നിലയിലുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമുദായം ആ നിലയിലേക്ക് അധപ്പതിക്കുകയാണ്. നമുക്ക് ദുനിയാവേ വേണ്ടൂ, അള്ളാഹുവിന്റെ ദീന് വേണ്ട, ഇത് നിലനിൽക്കണമെന്ന് വാശിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്ന അനൈക്യങ്ങളെ വലിച്ചു പെരുപ്പിച്ചിട്ട് അത് മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം വരിക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് അത് തന്നെയാ ലോകത്ത് മുഴുവൻ കാണുന്നത്. ഇറാന്റെ പ്രസിഡന്റായ കാംനയിയെ കൊല്ലുമെന്ന് അമേരിക്ക പറഞ്ഞാലും ഇസ്രയേൽ പറഞ്ഞാലും സൗദി അറേബ്യൻ ഭരണാധികാരിക്ക് കൊള്ളൂല. കാരണം എന്നെയല്ലല്ലോ, എനിക്ക് സുഖ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും സുഖായാൽ ലോകമൊക്കെ സുഖമായി എന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്റെ കുട്ടികൾക്കും സുഖായ മദീന. അടുത്തത് ഈ പറയുന്നതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇറാനെ ആക്രമിക്കുക എന്നതൊക്കെ റസൂലുള്ള പണ്ടേ പറഞ്ഞ ഇമാം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ ഹദീസില് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസില് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, മുനിയത്തുൽ ഇറാഖു, ഇറാഖിന് തകർക്കപ്പെട്ടു. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണിത്. സ്വഹീഹായ ഹദീസാണ്, ഏതെങ്കിലും കെട്ടുകഥകളിൽ വന്നതല്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മുനിയത്തിൽ ഇറാഖു, ഇറാഖിനൊരു കോലത്തിലാക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദിർഹമുഹ വ കഫീസുഹ, ആ നാട്ടിലെ നാണയങ്ങളും ആ നാട്ടിലെ മുതലും ആ നാട്ടിലെ സമ്പത്തും
ആ നാട്ടിലെ കൃഷിയും ഒക്കെ തടയപ്പെട്ടു. ആ നാട്ടുകാർക്ക്, ആ നാട്ടിലെ പാവങ്ങൾക്ക് അത് കിട്ടാത്ത വിധം അവരെ ഉപരോധിക്കപ്പെട്ടു, തടയപ്പെട്ടു. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുനിയത്തു ഷാമു, ഫലസ്തീനും സിറിയയും ഇറാനും ഇതേപോലെ ബഹിഷ്കരിക്കപ്പെട്ടു, ഇതേപോലെ തടയപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഈ 3 രാഷ്ട്രങ്ങൾക്കാണ് ഷാം എന്ന് പറയാ. ഇന്നത്തെ ഫലസ്തീന്, അന്നത്തെ പേര് ഷാം എന്നാണ്. പിന്നെ ആ ഫലസ്തീനും സിറിയയും ഈ പറയുന്ന ഇറാനും ഒക്കെ പേര് മാറുന്നത് പണ്ടത്തെ ഷാമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഫലസ്തീനും ഈ സിറിയയും ഈ ഇറാനും ഒക്കെ തടയപ്പെടും, അവരെയും ഉപരോധിക്കപ്പെടും. മുദിയുഹാവ ദീനാറുഹ, അവരുടെ വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും കൃഷിയും സമ്പത്തും ഒക്കെ തടയപ്പെടും. ആ നാട്ടുകാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അവിടെ കിട്ടുന്ന എണ്ണയുടെ വരുമാനത്തിന് വേണ്ടി, ആ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി വിദേശികളായ ക്രൈസ്തവ ഭരണാധികാരികൾ ആ നാടുകളെ കൊള്ളയടിക്കും, ആ നാടിനെ നശിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. എന്ന് മാത്രമല്ല, വീണ്ടും ഇനി അടുത്തത് ഏതാണെന്ന് കൂടി റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുനിയത്ത് മിസ്റു, ഈജിപ്തും തടയപ്പെടും. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഇത് കഴിഞ്ഞാൽ അടുത്ത വലിയ ശക്തി ഈജിപ്താണ്. ഇവരിപ്പോ സുഖിക്കുകയാണ്. അത് ഇറാനല്ലേ, ഷിയാക്കളല്ലേ? നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, അത് ജമാഅത്തുകാരനാ, അത് മുജാഹിദ, അത് തബ്ലീഗ. ഇവിടെ ചങ്ങായി ഇതൊക്കെ മുസ്ലിമാണ്. അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിച്ചില്ലെങ്കിൽ നീ മുസ്ലിം ആകൂല. ഇറാഖിലായാലും ഇവിടെയായാലും ഒക്കെ ഈ പറയുന്ന ഷിയാക്കൾ എന്ന് പറയുന്നവരാരും കാഫറുകളല്ല, അവർ ബിദ്അത്തുകാരാണ്. ബിദ്അത്തേ അവർക്കുള്ളൂ. അവരാരും അള്ളാഹുവിനെ റസൂലിനെ നിഷേധിച്ചിട്ടില്ല. അവര് പരമാവധി അവരിൽ വരാവുന്ന കുറ്റം, അവര് ബിദ്അത്തുകാരാണ്, മഹാപാപമാണ് ബിദ്അത്ത്. പക്ഷെ അത് വിശ്വാസപരമായ ഒരു തെറ്റാണ്, അത് അവരിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ വൈകല്യം അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് ആയാലും അതേപോലെ തന്നെ ഇറാൻ ആയാലും ഇനി അതേപോലെ ഫലസ്തീനും സിറിയയുമായാലും നമ്മുടെ സമസ്തക്കാരല്ലല്ലോ അവര്. അതുകൊണ്ട് അവരെന്താ ചായിക്കോട്ടെ, അവര് ജമാഅത്തല്ലേ, അവരെല്ലാരും കൂടി അങ്ങോട്ട് ശരിയാക്കിക്കോട്ടെ. അവര് മുജാഹിദല്ലേ, അവരൊക്കെ കൂടി അങ്ങോട്ട് നശിച്ചോട്ടെ. ഞാനും ഒരു തട്ടാനും മാത്രം മതി ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരായി നമ്മൾ അധപ്പതിക്കുകയാണ് ഇന്ന് ലോകത്ത് കാണുന്ന വൃത്തികെട്ട സ്വഭാവം. അത് ആരായാലും ഇവിടെ വിഷയം മുസ്ലിമാണ്. ഇറാന്റെ പ്രസിഡന്റ് അല്ല ഇവിടെ പ്രശ്നം. അവരുടെ വായ കൊണ്ട് അവർ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തെയാണ്. അതില്ലാതാക്കാനാണ് അവര് പരിശ്രമിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന രൂപത്തിലുള്ള മറ്റക്രമങ്ങൾ ഉണ്ടാക്കുവാനോ വേറെന്തെങ്കിലും അല്ല അവരുടെ ലക്ഷ്യം. ഇസ്ലാമാണ്. ഈ വ്യക്തികളൊക്കെ വെറും നാട്ടക്കുറ്റികളാണ്. അമേരിക്ക കൊന്നാലും കൊന്നില്ലെങ്കിലും, ഇസ്രയേൽ കൊന്നാലും കൊന്നില്ലെങ്കിലും ഇറാന്റെ പ്രസിഡന്റ് ആത്മീയ നേതാവ് ഖാംനഈ ഏതായാലും ഒരു 10 കൊല്ലത്തെ ഗ്യാരണ്ടി ഒന്നും അമേരിക്ക കൊടുക്കൂല. അമേരിക്ക കൊടുത്താലും ഇസ്രായേൽ സമ്മതിക്കൂല. ഒരു പടുവൃദ്ധനായ മനുഷ്യൻ, അയാൾ മരിക്കൂല എന്ന് ലോകം മുഴുവൻ കൂടിയിട്ട് അയാൾക്ക് ഒരു 50 വയസ്സും കൂടി കൊടുക്കാൻ തീരുമാനിച്ചാലും അയാളുടെ അച്ഛനെത്തി അയാൾ മരിക്കും, ഉറപ്പായ കാര്യമാണ്. പിന്നെ അയാൾക്ക് ജീവിതം എന്ന് പറയുന്നൊന്ന് കൊല്ലുന്നു പറഞ്ഞ് പേടിപ്പിക്കാൻ എന്താ അതിലുള്ളത്? അല്ലെങ്കിൽ ചോര കാണുക എന്നത് ഷിയാക്കളുടെ ഏറ്റവും ആവേശമുള്ളൊരു കാര്യമാണ്. മരണം അവർക്ക് വലുതാണ്, വേദന അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഏതാവട്ടെ, ആ നിലയിൽ ലോകത്തെ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും തകർക്കപ്പെടുകയാണ്, നശിപ്പിക്കപ്പെടുകയാണ് എന്ന ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഇത് ഇസ്ലാമിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്, അല്ലാതെ ഒരു വ്യക്തിയോടല്ല, ഇറാനിനോടല്ല, വേറെ ഏതെങ്കിലും വിഭാഗത്തോടല്ല. അവര് ഷിയാക്കളല്ലേ, അവര് മറ്റതല്ലേ, അവര് ജമാഅത്തല്ലേ, അവര് മുജാഹിദല്ലേ എന്ന് വിചാരിക്കുന്നവൻ എങ്ങനെ മുസ്ലിമാവും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദ്വാരക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും ലാ തജിഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. മുഅ്മിനായ ഒരു മനുഷ്യനോടും അല്ലാഹുവേ എന്റെ മനസ്സിൽ ഈർഷ്യത, എന്റെ മനസ്സിൽ അസൂയ, എന്റെ മനസ്സിൽ വെറുപ്പ് നീ തരല്ലേ തമ്പുരാനെ. എല്ലാ മുഅ്മിനുകളെയും മുഅ്മിനായി കാണാനുള്ള ഒരവസ്ഥ എനിക്ക് തരണം റബ്ബേ എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യുന്ന, അതിന് ആമീൻ പറയുന്ന നമ്മള് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവര് നമ്മുടെ പാർട്ടി കൂടിയാലേ മുസ്ലിം ആകുള്ളൂ എന്ന് പറയുന്ന പൊട്ടന്മാരായി നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനി ഈജിപ്തിലേക്കാണ് അവർ വരിക. മുനിയത്ത് മിസ്റു, ഈജിപ്തും ഇതുപോലെ ഉപരോധിക്കപ്പെടും, അവരെയും തകർക്കപ്പെടും. മുദിയുഹ ഉർദുബുഹ വദീനാറുഹ,
അവരുടെ സ്വർണ്ണ നാണയങ്ങളും അവരുടെ സമ്പത്തും അവരുടെ വരുമാനവും ഒക്കെ ആ രാജ്യക്കാർക്ക് തടയപ്പെടുന്ന ഒരു കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഉത്തും മിൻ ഹൈസു ബദഅതും, നിങ്ങൾ തുടങ്ങിയോടെ നിങ്ങൾ മടങ്ങേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങൾ തുടങ്ങിയ നാട്ടിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടി വരും. ആകെ കൂടി ഒരു മദീന, അതിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരും. അവിടെ ഉണ്ടാവുള്ളൂ. കഅബ അടക്കം പൊളിക്കപ്പെടും. കഅബ പൊളിക്കാനും ഇവര് മടിക്കൂല. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇമാം മുസ്ലിം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം, വഫീ മഅനാ മുനിയത്ത്, രാഷ്ട്രങ്ങൾ, ഈ പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ തടയപ്പെട്ടു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. വസാനി, അതിൽ രണ്ടാമത്തേത് വഹുവൽ അശ്ഹറു, അതാണ് പ്രബലമായ അഭിപ്രായം. അന്ന മഅനാഹു, ഇതിന്റെ അർത്ഥം അന്നൽ അജമ വറൂമ, ജൂതന്മാരും ക്രിസ്ത്യാനികളും യസ്തൗലൂന അലൽ ബിലാദി ഫി ആഖിരി സമാൻ, കാലം ഒടുവിലാകുമ്പോ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ രാഷ്ട്രങ്ങളൊക്കെ കൈയടക്കും. ഈ രാഷ്ട്രങ്ങളിലൊക്കെ ജൂത ക്രിസ്ത്യാനികളുടെ ആധിപത്യം ഉണ്ടാകും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയാ, എന്നിട്ടോ ഫയംനഊന ഹുസൂല ദാലിക ലിൽ മുസ്ലിമീന, ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന എണ്ണയുടെ വരുമാനം, ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന സ്വർണത്തിന്റെ വരുമാനം, ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യത്തിന്റെ വരുമാനം, അത് മുസ്ലിമീങ്ങൾക്ക് കിട്ടാതെ അവർ കടത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരുമെന്ന് ശറഹ് മുസ്ലിമിന്റെ 2-ാമത്തെ വാള്യം 39-ാമത്തെ പേജിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതാണ് പ്രശ്നം. ഇവിടെ ഇറാനിനെ നശിപ്പിക്കലോ ഷിയാക്കളെ നശിപ്പിക്കലോ അല്ല. ഇത് മുസ്ലിമാണ്. ആ ഒറ്റ വൃത്തത്തിലാണ് നമ്മളെല്ലാവരും. ഏത് പേരിട്ട് നമ്മൾ വിളിച്ചാലും, ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും, എന്തൊക്കെ തെറ്റുകൾ ഈ പാർട്ടികൾക്കിടയിൽ ഉണ്ടെങ്കിലും ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് പേര് മുസ്ലിം. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, സംഘടനകൾ വേറെ വേറെ ഉണ്ടാവാം, പല കാര്യത്തിലും തർക്കമുണ്ടാവാം. അത് വെച്ചിട്ട് അവരെയൊക്കെ കാഫിറാക്കുകയോ, അവരെയല്ലേ അവരെ കൊന്നോട്ടെ, അത് ഷിയാക്കളല്ലേ അവർ പൊയ്ക്കോട്ടെ, അത് ജമാഅത്തുകാരല്ലേ അവരെ ഒറ്റ കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ കണ്ടില്ലേ ഇപ്പൊ ചില മൗലവിമാര് തൊപ്പിയിട്ട ചില വൃത്തികെട്ട സാധനങ്ങൾ കേരളത്തിലുമുണ്ട് ഈ ചിന്താഗതിക്കാര്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമിനെ മുസ്ലിമായി അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ജമാഅത്തിനോടും മുജാഹിദിനോടൊക്കെ നമുക്ക് ദേഷ്യമുണ്ട്, നമുക്ക് വെറുപ്പുണ്ട്. അത് ആശയത്തോടാണ്, വ്യക്തികളോടല്ല. നമ്മളത് വിമർശിക്കും, നമ്മൾ അതിനെതിരെ പ്രസംഗിക്കും. അതിനൊന്നും ഒരു മുടക്കും വരുത്തൂല. എന്ന് വെച്ചിട്ട് അവരെ കാഫിറാക്കൂല, അവരെ RSSന് വിട്ടുകൊടുക്കൂല, അവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കൂല. അതൊരു മുസ്ലിമായ അല്പമെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. ഇവിടെയാണ് നമ്മുടെ ഇസ്ലാമിക ലോകത്തുള്ള ഭരണാധികാരികളുടെ ഷണ്ഡത്വം, ആണത്തമില്ലായ്മ പ്രകടമാകുന്നത്. ഇവിടെയാണ്. ഇറാനിലുള്ളത് ഷിയാക്കളല്ല, അത് മുസ്ലിങ്ങളാണ്. അവരെ തൊട്ടാൽ ഞങ്ങൾക്ക് പൊള്ളുമെന്ന് ലോകത്തോട് പറയേണ്ട ബാധ്യത നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. സൗദിയിലെ രാജാവിനുണ്ട്, ഖത്തറിലെ രാജാവിനുണ്ട്, എല്ലാ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്കുമുണ്ട്. ഒറ്റ ആണായി പറന്നവനും അധികാരത്തിലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെയൊക്കെ പ്രതികരണത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാം, ഇനിയും ഇത് നിലനിൽക്കൂല, ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅത്തു, ഇവരെന്തൊക്കെ കുത്തിമറിഞ്ഞാലും ഖിയാമത്ത് ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ, ഖിയാമത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന, ഈമാനുള്ള മുസ്ലിമീങ്ങളൊക്കെ കൂടി ആരോട്? അൽ യഹൂദ, ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരും. അതില്ലാതെ ലോകം അവസാനിക്കൂല. ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ജൂതന്മാർക്ക് ശാശ്വതമായ വിജയം കിട്ടൂല. ആരൊക്കെ സഹായിച്ചാലും അള്ളാഹുവിന്റെ സഹായം വരും. ഫയഖ്തുലുഹുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അവരെ കൊല്ലും. ഹത്താ യഖ്തബിയൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജരി, ജീവൻ നിലനിർത്താൻ വേണ്ടി ജൂതൻ കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ മുരട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കുമ്പോ ആ കല്ലും മരവും വിളിച്ചു പറയും, യാ മുസ്ലിം യാ ഇബാദല്ലാഹ്, ഏ മുസ്ലിമേ, അള്ളാഹുവിന്റെ അടിയ, നീ ഇങ്ങോട്ട് വാ.
ഇതാ എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, ഫഖ്തുൽഹു, നീ അവനെ കൊല്ല് എന്ന് കല്ലും മരവും വരെ വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. ഇതൊന്നും നടക്കാതെ പോകൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ അത് ലോകത്ത് നടക്കേണ്ടത്. അതിനാ നബി എന്ന് പറയാ. നബി നമ്മ പറയല്ലോ, പ്രവാചകൻ എന്നാണ് നബിക്ക് മലയാളത്തിൽ അർത്ഥം പറയാ. പ്രവാചകൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രവചിക്കുന്നവന്ന, വരാൻ പോണത് പറയുന്ന ആളുന്ന ഈ പ്രവാചകൻ പറഞ്ഞ വാക്കിന്റെ മലയാള വാക്കിന്റെ അർത്ഥം. അത് അറബിയിലും അങ്ങനെ തന്നെയാണ്. നബി എന്ന് പറഞ്ഞാൽ വരാൻ പോണത് പറയുന്ന ആളാണ്. കഴിഞ്ഞു പോയത് പറയലല്ല നബിന്റെ ബാധ്യത. ആ വരാൻ പോണത് പറഞ്ഞതാ റസൂലുള്ളാഹി തങ്ങള്. അത് നടക്കാതെ പോകൂല. പക്ഷെ ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം നമ്മൾ ചണ്ടികളായി മാറിയത് കൊണ്ടാണ്, നമ്മൾ മോശക്കാരായി മാറിയത് കൊണ്ടാണ്, നമ്മുടെ ഭരണാധികാരികൾ മോശക്കാരായി മാറിയത് കൊണ്ടാണ്. ബുഖാരിയോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യദ്ഹബു സാലിഹൂനൽ അവ്വലു വൽ അവ്വലു, നല്ലവരൊക്കെ മരിച്ചു അങ്ങനെ പോകും. ലോകത്തിന്റെ പൊതു അവസ്ഥ അങ്ങനെയാ. അള്ളാഹുവിന്റെ റസൂല് 1,30,000-ലധികം വരുന്ന സ്വഹാബാക്കളെ, മാതൃകായോഗ്യരായ 1,00,000-ലധികം സഹാബാക്കളെ സജ്ജരാക്കി നിർത്തിയിട്ട് റസൂലുള്ള പോയി. ഇനി അവിടെ നിന്ന് അങ്ങനത്തെ അത് പുരോഗമിക്കുകയല്ല. അതല്ല പുരോഗതി, ഇനി അധോഗതിയാ. നമ്മുടെ വിചാരം നമ്മ പറയുന്നത് വല്ലാത്ത പുരോഗതിയാ ലോകത്ത്. എന്ത് പുരോഗതി? കള്ളും കഞ്ചാവും വ്യഭിചാരവും വൃത്തികേടുമാണ് ഈ പുരോഗതി. ഇതല്ല പുരോഗതി എന്ന് പറഞ്ഞാല് ആ സഹാബാക്കളിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ പുരോഗതി. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം യദ്ഹബു സ്വാലിഹൂന, നല്ലവരൊക്കെ പോയിട്ട് വയബ്കാ ഹുസാലത്തും കഹുസാലത്തി ശഈരി വത്തംരി, വൈക്കോൽ ചണ്ടികളെ പോലെ, ഈത്തപ്പഴം വേർതിരിച്ചെടുത്തിട്ടുള്ള അതിന്റെ ചണ്ടി പോലെ, അല്ലെങ്കിൽ വൈക്കോൽ തുരുമ്പുകളെ പോലെയുള്ള ചണ്ടികൾ ഉണ്ടാകും. അത് വരിവെള്ളപ്പാച്ചിൽ പുതുമഴ പെയ്യുമ്പോ ആ മഴയത്തങ്ങ് ഒലിച്ചും പോകും. ലാ യുബാലിഹിമുല്ലാഹു ബാല, അല്ലാഹു തആല അവരെ പുല്ല് വരെ കൽപ്പിക്കുകയില്ല. അങ്ങനത്തെ ചണ്ടികളാണ് സമൂഹത്തിൽ വരുന്നത്, ഉണ്ടാകുന്നത്, ഇന്നുള്ളത് എന്ന് നമ്മൾ പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് നമ്മൾ നന്നാകുക, അലൈക്കും അൻഫുസക്കും, നമ്മൾ നന്നാവുക. ബാക്കിയുള്ളവർ മോശമാണ് പറയലല്ല നമ്മുടെ ബാധ്യത. നമ്മൾ സ്വയം നന്നാവുക. അലൈക്കും അൻഫുസക്കും, ഖുർആൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ നന്നാവുക. ഇതർത്ഥം നിങ്ങൾ നന്നായാൽ ആ പഴച്ചവന്മാരൊന്നും, ആ ജൂത ക്രൈസ്തവ തമ്മാടികളൊന്നും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല. ട്രംപിന്റെ ദജ്ജാലോ അല്ലെങ്കിൽ അസ്രായേല് പരിവേഷമോ ഒന്നും നമ്മളെ ഏൽക്കാതെ, അവൻ ദജ്ജാലാണെങ്കിലും അവൻ കാലനാണെങ്കിലും അതിലേറെ വലിയ വൃത്തികെട്ടവന്മാരായ നമ്രൂദും കാറൂനും ഫിറഔനും ഒക്കെ കഴിഞ്ഞു പോയ അവരെയൊക്കെ ഒതുക്കിയ ഭൂമിയാണ് ഈ ഭൂമി. കാംനയിക്ക് മാത്രമല്ലല്ലോ മരണം, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലല്ലോ മരണം, അമേരിക്കക്കാരനുണ്ട് ഈ മരണം, ഇസ്രയേലുകാരനുണ്ട് ഈ മരണം എന്നൊന്ന് അല്പനേരം ഓർക്കാനുള്ള ബുദ്ധി ആ മണ്ടന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ മറ്റുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ അത് ആലോചിക്കണം, ആരെയായി ഭീഷണിപ്പെടുത്തുന്നതും. വെടിക്കെട്ടുകാരനെ ചെണ്ട കൊട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞതുപോലെ ചെണ്ട കൊട്ടിയിട്ടൊന്നും പേടിക്കുന്ന വിഭാഗമല്ല ഈ ഇറാനികൾ എന്ന് പറയുന്ന ഷിയാക്കള്. അവരങ്ങനെ അല്ലാഹു തആല അതിനുവേണ്ടി വാർത്തെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ഏതാവട്ടെ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ദീനിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നമ്മൾ ഇതിന്റെ മാതൃകായോഗ്യരായ അടുത്ത തലമുറയ്ക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ ദുനിയാവിനോടുള്ള പിരിശം, ഈ ദുനിയാവിനോടുള്ള പ്രേമം, സുഖത്തോടുള്ള ആഡംബരങ്ങളോടുള്ള ഈ പ്രിയം നമ്മൾ ഉപേക്ഷിക്കണം. കറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുകയല്ല വേണ്ടത്, മരണത്തെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. അതാണ് ബദറിൽ നമ്മൾ കണ്ടത്. മരിക്കാനാണ് അവർ ബദറിൽ പോയത്, ജയിക്കാനല്ല. മരിക്കാനാണ് ഉഹദീങ്ങൾ അവിടെ പോയത്, ജയിക്കാനല്ല. അപ്പോഴാണ് അള്ളാഹു അവരെ ജയിപ്പിച്ചത്. നമുക്ക് മരിക്കണ്ട, ജയിക്കണം, കാലാകാലം സുഖിച്ചങ്ങനെ ജീവിക്കണം. ആ ജീവിതം അള്ളാഹു ഒരു വിഭാഗത്തിനും ലോകത്ത് നൽകിയിട്ടില്ല. സുഖിയന്മാർക്ക് ഒരു കാലത്തും ശാശ്വതമായ സുഖം ലോകത്ത് കിട്ടൂല. അതുകൊണ്ട് ഈ വേദനയും ഈ യാതനയും ഒക്കെ ഉൾക്കൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ച്, ഈമാനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കും.